ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സെയിൽഫോഴ്സ് മലയാളം. അപ്പോൾ നമ്മളിന്ന് വർക്ക് ഫ്ലോ റൂൾസിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വർക്ക് ഫ്ലോയിൽ ചെയ്യാൻ പറ്റുന്ന മറ്റ് ആക്ഷൻ ഐറ്റംസ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ എങ്ങനെയാണ് വർക്ക് ഫ്ലോ യൂസ് ചെയ്തുകൊണ്ടൊരു ഓട്ടോമാറ്റിക് ഇമെയിൽ സെൻഡ് ചെയ്യാമെന്നുള്ളതാണ് നോക്കിയത്. അറ്റ് ദ സെയിം ടൈം നമുക്ക് എങ്ങനെ ഒരു ഫീൽഡ് അപ്ഡേറ്റ് ചെയ്യാമെന്ന് നോക്കിയത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സെയിൽഫോഴ്സിൽ ഓട്ടോമാറ്റിക്കലി എങ്ങനെ ഒരു ടാസ്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. ഇതും വർക്ക് ഫ്ലോയുടെ ഭാഗമാണ്. സോ വർക്ക് ഫ്ലോ വെച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പിന്നീട് സമ്മറൈസ് ചെയ്ത് തരാം. സോ തൽക്കാലം നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സെയിൽഫോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ സെയിൽഫോഴ്സിലേക്ക് ഒരു ജോബ് നിങ്ങൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ കോംപ്രിഹെൻസീവ് ലേണിംഗ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സെയിൽഫോഴ്സ് ഡെവലപ്മെൻറ്റും അഡ്മിനും ഞങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വർക്ക് ഫ്ലോയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടുന്ന് സെറ്റപ്പിലേക്ക് പോവുക. സെറ്റപ്പിൽ നമുക്ക് വർക്ക് ഫ്ലോ എന്ന് സെർച്ച് ചെയ്യാം. വർക്ക് ഫ്ലോ ഇവിടെ അപ്പോൾ നമുക്ക് വർക്ക് ഫ്ലോ ആക്ഷൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ വർക്ക് ഫ്ലോ റൂൾസും ഉണ്ടാവും. ഇവിടെ നമുക്ക് വർക്ക് ഫ്ലോ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ആക്ഷൻസ് പെർഫോം ചെയ്യാമെന്ന് കാണാം. നമുക്കൊരു ഇമെയിൽ അയക്കാം, ഫീൽഡ് അപ്ഡേറ്റ് ചെയ്യാം, ഔട്ട്ബൗണ്ട് മെസ്സേജ് സെൻഡ് ചെയ്യാം, അതുപോലെ ടാസ്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് വർക്ക് ഫ്ലോ റൂൾസ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ വർക്ക് ഫ്ലോ റൂൾസ് എന്ന് പറയുന്ന ഈ ഒരു പേജിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെയും നമുക്ക് കൊടുത്തിട്ടുണ്ട് എന്താണ് വർക്ക് ഫ്ലോ, അതിൽ ചെയ്യാൻ പറ്റുന്ന ആക്ഷൻസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളും അതിനുള്ള ഒരു എക്സാമ്പിൾസും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് തൽക്കാലം ഇവിടുന്ന് കണ്ടിന്യൂ എടുക്കാം. സോ ഇതാണ് നമ്മുടെ വർക്ക് ഫ്ലോ റൂളിൻ്റെ എന്താ പറയുന്നത്, ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കറൻ്റ്ലി ഇപ്പോൾ വർക്ക് ഫ്ലോ റൂൾസ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്കൊരു പുതിയൊരു റൂൾ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ന്യൂ റൂൾസ് എന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് വർക്ക് ഫ്ലോ എന്ന് പറയുന്നത് സെയിൽഫോഴ്സ് ബേസിക്കലി ഡിസ്കണ്ടിന്യൂഡ് ചെയ്തിരിക്കുകയാണ്. അതായത് അവർ ഇപ്പോഴും വർക്ക് ഫ്ലോ റൂളിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ ഓൾറെഡി ഉള്ള വർക്ക് ഫ്ലോ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ അവർ നമുക്ക് കുറച്ചുകൂടി ടൈം തന്നിട്ടുണ്ട്. സോ ദാറ്റ് നമ്മൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന വർക്ക് ഫ്ലോസിനെയൊക്കെ ഫ്ലോയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ടൈമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതുതായിട്ട് നിങ്ങളൊരു ഓട്ടോമേഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബെറ്റർ നമുക്ക് ഫ്ലോയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. സോ എനിവേ നമുക്ക് എന്തായാലും വർക്ക് ഫ്ലോ എങ്ങനെയാണെന്ന് നോക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് കണ്ടിന്യൂ വിത്ത് വർക്ക് ഫ്ലോ റൂൾസ് എന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മളുടെ അടുത്ത് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? സോ ബേസിക്കലി നമുക്കിപ്പോൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ അക്കൗണ്ടുമായി റിലേറ്റഡ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി എനിക്കൊരു ടാസ്ക് കൂടെ ക്രിയേറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ റിക്വയർമെൻറ്റ് എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒബ്ജക്റ്റ് എന്താ നമ്മൾ എടുക്കേണ്ടത്? അക്കൗണ്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. അതുപോലെ ഇവിടെ നമുക്ക് റൂളിനൊരു പേര് എടുക്കാം. എന്താ? ഓട്ടോമാറ്റിക് ടാസ്ക് ക്രിയേഷൻ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ വേണേൽ കൊടുക്കാം. അതായത് എന്താണ് ഈ ഒരു വർക്ക് ഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. ഓക്കെ, ഇത് മാൻഡേറ്ററി അല്ലാത്തതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് വേണേൽ കൊടുക്കാം. ഇവിടെ ഈ വാല്യുവേഷൻ ക്രൈറ്റീരിയ ഉണ്ട്. ഇതെന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് വൺ കൊടുക്കുകയാണെങ്കിൽ എപ്പോഴാണോ അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നത് അന്നേരം മാത്രമേ ഇത് ഈ ഒരു റൂൾ എക്സിക്യൂട്ട് ആവത്തുള്ളൂ. അതുപോലെ ഈ ഒരു സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എപ്പോഴൊക്കെയാണോ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ആ സമയത്ത് എല്ലാം ഇത് എക്സിക്യൂട്ട് ആവും. അറ്റ് ദ സെയിം ടൈം ആ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ആ അക്കൗണ്ടിനെ നമ്മൾ എഡിറ്റ് ചെയ്യുവാണെങ്കിലും ഈ ഒരു റൂൾ എക്സിക്യൂട്ട് ആവും. മൂന്നാമതെന്ന് പറയുന്നത് ക്രിയേറ്റഡ് ആൻഡ് എനി ടൈം ഇറ്റ്സ് എഡിറ്റഡ് ടു സബ്സിക്വൻ്റ്ലി മീറ്റ് ദ ക്രൈറ്റീരിയ. ഇതെന്താണെന്ന് ചോദിച്ചാൽ, എപ്പോഴാണോ അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നത് അറ്റ് ദ സെയിം ടൈം എപ്പോഴാണോ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നത് അന്നേരം എന്ത് ചെയ്യും, ഈ ഒരു വർക്ക് ഫ്ലോ റൂള് എക്സിക്യൂട്ട് ആവും. അതിനുശേഷം എവറി ടൈം ഇത് എക്സിക്യൂട്ട് ആവത്തില്ല. നെക്സ്റ്റ് ടൈം നിങ്ങളത് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എക്സിക്യൂട്ട് ആവത്തില്ല. അത് ഇനി എക്സിക്യൂട്ട് ആവണം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഉള്ള ക്രൈറ്റീരിയ മീറ്റ് ചെയ്തേക്കുന്നത് അത് ബ്രേക്ക് ആവണം. അതിനുശേഷം അത് വീണ്ടും ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അത് എക്സിക്യൂട്ട് ആവത്തുള്ളൂ. അതായത് ഇവിടെ നമുക്ക് ഫസ്റ്റ് വണ്ണിൻ്റെ ആവശ്യമുള്ളൂ. അതായത് എപ്പോഴാണോ അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നത് അന്നേരം ഒരു ടാസ്ക് ആ അക്കൗണ്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അറ്റാച്ച് ആവണം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് കൊടുത്തു. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ക്രൈറ്റീരിയ നമുക്ക് വേണമെങ്കിൽ മീറ്റ് ചെയ്യാം. അതായത് എവറി ടൈം നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പം ഈ ഒരു ടാസ്ക് അറ്റാച്ച് ആവണോ, അതല്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ പറയാം, എപ്പോഴാണോ അക്കൗണ്ട് ആക്ടിവേറ്റ് ആവുന്നത്, അതായത് ആക്റ്റീവായിട്ടുള്ള അക്കൗണ്ടുമായി റിലേറ്റഡ് ആയിട്ട് മാത്രം നമുക്ക് ടാസ്ക് ക്രിയേറ്റ് ചെയ്താൽ മതി. അങ്ങനെയൊക്കെ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. കണ്ടീഷൻസ് ഒന്നും കൊടുത്തില്ലെങ്കിലും ഇത് വർക്ക് ചെയ്യും. കണ്ടീഷൻസ് ഒന്നും കൊടുത്തില്ല എങ്കിൽ ഇവിടെ ഡയറക്റ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇതുണ്ടല്ലോ, ഞാൻ സേവ് ചെയ്യുമ്പോഴേക്ക് എറർ വരും. സോ ഓൾവേസ് ഇത് എക്സിക്യൂട്ട് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഫോർമുല ഫീൽഡ് ആഡ് ചെയ്തിട്ട് അവിടെ നമുക്ക് യെസ് അല്ലെങ്കിൽ ട്രൂ എന്ന് പറയുന്ന വാല്യൂ എടുത്താൽ മതി. സോ
ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ട്രൂ എന്ന് പറയുന്നൊരു വാല്യൂ എടുത്തു, നോ എറേഴ്സ്. ഇപ്പം ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ആകും, എറർ ഒന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, വിച്ച് മീൻസ് എവറി ടൈം, അതായത് ഒരു കണ്ടീഷൻസ് നമ്മൾ കൊടുത്തിട്ടില്ല, എപ്പോഴൊക്കെയാണോ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോഴൊക്കെ ഒരു ടാസ്ക് ക്രിയേറ്റ് ആവും. ഞാൻ ഇപ്പം അതല്ല നമുക്ക് വേണ്ടത്, നമുക്കിത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ബാക്ക് ടു വർക്ക് ഫ്ലോ റൂളിൽ പോയി ഞാനിത് എഡിറ്റ് ചെയ്യാണ്. എനിക്ക് വേണ്ടത് ഈ ഒരു കണ്ടീഷനല്ല, എവറി ടൈം അല്ല, ഞാൻ ഒരു ക്രൈറ്റീരിയ പറയുകയാണ്. എന്താണ്, എപ്പോഴാണോ എൻ്റെ അക്കൗണ്ട് ആക്റ്റീവ് ആകുന്നത്, ദാറ്റ് മീൻസ് ആക്ടിവേറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ നമ്മുടെ ആക്റ്റീവ്, ദാറ്റ് അത് ഈക്വൽസ് ടു ട്രൂ. ഓക്കെ, എന്ന് പറഞ്ഞാൽ യെസ്, അതായത് അക്കൗണ്ട് എപ്പോഴാണോ ആക്ടിവേറ്റ് ആവുന്നത്, ഓക്കെ, അന്നേരം മാത്രമേ എനിക്ക് ടാസ്ക് ക്രിയേറ്റ് ചെയ്യൂ. അതായത് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ട് ആക്റ്റീവ് ആണെങ്കിൽ മാത്രം അതുമായി അറ്റാച്ച്ഡ് ആയിട്ടൊരു ടാസ്ക് ക്രിയേറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എനിക്ക് വേണ്ട. അതുപോലെ ഇവിടെ വേറൊരു കാര്യം പറയട്ടെ, ഇവിടെ ഒരുപാട് ക്രൈറ്റീരിയാസും അതുപോലെ തന്നെ ഒരുപാട് ഫംഗ്ഷനാലിറ്റീസും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഫീൽഡ്സിൽ ഇപ്പോൾ നമ്മൾ ഈക്വൽസ് എന്ന ഓപ്പറേറ്റർ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, വേറെ അല്ലാതെ കുറേ ഓപ്പറേഷൻസ് ഉണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ ലോജിക്സ് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇതെല്ലാം കൂടി നമുക്കൊരു വീഡിയോയിൽ, ഒരു യൂട്യൂബ് വീഡിയോയിൽ എന്താ പറയുന്നത് ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോംപ്രിഹെൻസീവ് ലേണിംഗ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ശരി, അപ്പോൾ നമുക്കിവിടെ സേവ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പം വർക്ക് ഫ്ലോ റൂൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. ഇത് ആക്റ്റീവ് അല്ല, സോ ഇത് ആക്റ്റീവ് ആയാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. അതവിടെ നിൽക്കട്ടെ. അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, വർക്ക് ഫ്ലോ ആക്ഷൻ ആഡ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ 2 തരം ആക്ഷൻ ഉണ്ട്, ഒന്ന് ഇമ്മീഡിയറ്റ് ആക്ഷൻ, മറ്റൊന്ന് ടൈം ഡിപ്പെൻഡൻറ്റ് ആക്ഷൻ. സോ ഇമ്മീഡിയറ്റ് ആക്ഷനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ടൈം ഡിപ്പെൻഡൻറ്റ് ആക്ഷൻ എന്താണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇമ്മീഡിയറ്റ് ആക്ഷനകത്ത് ഞാനിത് എഡിറ്റ് ചെയ്തു, എന്നിട്ട് ഞാനിവിടെ ആക്ഷൻസ് ആഡ് ചെയ്യാം. എന്തൊക്കെ ആക്ഷൻസ് ആഡ് ചെയ്യാം, ഇത് നമ്മൾ ആദ്യം പറഞ്ഞ അതേ ആക്ഷൻസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അതായത് പുതിയൊരു ടാസ്ക് ക്രിയേറ്റ് ചെയ്യാം, ഒരു ഇമെയിൽ അയക്കാം, ഒരു ഫീൽഡിനെ അപ്ഡേറ്റ് ചെയ്യാം, ഒരു ഔട്ട്ബൗണ്ട് മെസ്സേജ് സെൻഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഓൾറെഡി ഏതെങ്കിലും ആക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ പെർഫോം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ഏതാണ് വേണ്ടത്, ഒരു ടാസ്ക് ക്രിയേഷനാണ്. അപ്പോൾ ന്യൂ ടാസ്ക് ഞാൻ കൊടുത്തു. ഇനി ടാസ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അതായത് അക്കൗണ്ട് ഒബ്ജക്റ്റാണ് നമുക്കുള്ളത്, അതായത് ആ ടാസ്ക് അറ്റാച്ച്ഡ് ആവുന്ന അക്കൗണ്ടുമായിട്ടാണ്. ഇനി അത് അസൈൻ ചെയ്യേണ്ടത് ആർക്കാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. സോ ഞാൻ എൻ്റെ പേര് കൊടുത്തു, സോ ദാറ്റ് ഇത് എനിക്ക് അസൈൻ ആവും. ഓക്കെ, അതുപോലെ തന്നെ സബ്ജക്റ്റ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ അക്കൗണ്ടിന് ഇപ്പം എന്താ സബ്ജക്റ്റ് കൊടുക്കുന്നത്, ഇപ്പോൾ ഇത് കോൺടാക്റ്റ് ദ അക്കൗണ്ട് ഓണർ എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. കൂൾ, അതാണ് എൻ്റെ സബ്ജക്റ്റ്. പിന്നെ നമുക്കൊരു ഡേറ്റ് കൊടുക്കാം. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുന്നത് ഈ ഒരു ഡ്യൂ ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ട സമയമാണ്. അതായത് ഈ ഒരു ടാസ്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എത്ര ദിവസത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറയുന്നു എപ്പോഴാണോ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് അതിൻ്റെ കൂടെ പ്ലസ് ഒരു 10 ദിവസം, 10 days, അതായത് അക്കൗണ്ട് ക്രിയേറ്റ് ആയി 10 ദിവസത്തിനുള്ളിൽ ഞാൻ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. പിന്നെ സ്റ്റേറ്റസ് നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് കറൻ്റ്ലി നോട്ട് സ്റ്റാർട്ടഡ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇൻ പ്രോഗ്രസ് എന്ന് കൊടുക്കാം. പ്രയോറിറ്റി നമുക്കിപ്പോൾ ഹൈ കൊടുത്ത് നോക്കാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഹൈ എന്ന് പറയുമ്പോൾ ഒരു നോട്ടിഫിക്കേഷനൊക്കെ അവിടെ വരും. ദാറ്റ്സ് ഇറ്റ്. ഇനി താഴെ നമുക്ക് കമൻറ്റ്സ് വല്ലതും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാം. സോ മാൻഡേറ്ററി അല്ല. സോ തൽക്കാലം ഞാൻ കമൻ്റ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഞാനിത് സേവ് ചെയ്യണം. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ആക്ഷൻസ് കൂടെ പെർഫോം ചെയ്യണമെങ്കിൽ അതും നമുക്ക് ചെയ്യാം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഒരു ഫീൽഡ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, അത് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഒരു നേരത്തെ പോലെ ഒരു ഇമെയിൽ അഡ്രസ്സ് ഇമെയിൽ അലേർട്ട് അയക്കണമെങ്കിൽ അത് നമുക്ക് ചെയ്യാം. സോ മൾട്ടിപ്പിൾ ആക്ഷൻസ് നമുക്ക് അറ്റ് എ സിംഗിൾ റൂളിൽ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. സോ ഞാനിവിടെ തൽക്കാലം ഫീൽഡ് അപ്ഡേറ്റ് ചെയ്യാം ഒന്നുകൂടെ. അപ്പോൾ ഞാൻ എന്താ പറയുക, മേക്ക് ദി അക്കൗണ്ട് ഹോട്ട് എന്ന് കൊടുക്കാം അല്ലേ, ദി അക്കൗണ്ട് ഹോട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ഇവിടെ ഏത് ഫീൽഡാണ്, ഹോട്ട് എന്ന് പറയുന്നത് ആക്കണമെങ്കിൽ നമുക്ക് റേറ്റിംഗ് എന്ന് പറയുന്നത് ഫീൽഡുണ്ട്. ഞാൻ ആ റേറ്റിംഗ് എടുത്തു, നെക്സ്റ്റ് കൊടുത്തു. റേറ്റിങ്ങിനകത്ത് ഞാൻ അതിൻ്റെ വാല്യൂ എന്താക്കി, ഹോട്ട് എന്ന് സെറ്റ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ് ആൻഡ് സേവ്. ഓക്കെ, ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, 2 കാര്യങ്ങൾ സംഭവിക്കും. എപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ആകുകയും അറ്റ് ദ സെയിം ടൈം ആ അക്കൗണ്ട് ആക്ടിവേറ്റ് ആവുകയും ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ഒരു ടാസ്ക് ക്രിയേറ്റ് ആവും, അറ്റ് ദ സെയിം ടൈം അതിൻ്റെ ഫീൽഡ് ഓട്ടോമാറ്റിക്കലി ഹോട്ട് എന്ന് സെറ്റ് ആവുകയും ചെയ്യും. ഓക്കെ, ഡൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഇവിടെ ആക്റ്റീവ് എന്ന് പറയുന്നത് നള്ളായിട്ട് കിടക്കണം. അതായത് ഇവിടെ ആക്റ്റീവ് അല്ല, ഈ ഒരു വർക്ക് ഫ്ലോ ആക്റ്റീവ് അല്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളത് ആക്ടിവേറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്തുള്ളൂ. ഇപ്പോൾ കണ്ടില്ല, ഇത് ആക്ടിവേറ്റ് ആയി. ഇനി ഈ ഒരു ഫ്ലോ വർക്ക് ആവുന്നതായിരിക്കും. യെസ്, നമുക്കിത് ചെയ്ത് നോക്കാം. അതിനാദ്യം ഞാൻ അക്കൗണ്ടിലേക്ക് പോയി, അക്കൗണ്ട് എന്ന് പറയുന്ന ഇത് വന്നു. ഞാൻ എന്ത് ചെയ്തു, അക്കൗണ്ടിനകത്തൊരു പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു.
ഇപ്പോൾ ഉദാഹരണം മൈ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്താണ്? ഇങ്ങനെ മൈ അക്കൗണ്ട് എന്ന് മാത്രം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല. ഓക്കെ, പകരം എന്ത് ചെയ്യണം? ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. കണ്ടോ, ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കത്തില്ല. ആ ഒരു വർക്ക് ഫ്ലോ ട്രിഗർ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റിംഗും ബ്ലാങ്ക് ആയിരിക്കും. അതുമായി അറ്റാച്ച്ഡ് ആയിട്ട് ടാസ്കുകളൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ ഇത് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ക്രൈറ്റീരിയ എന്ന് പറയുമ്പം ഇതിൻ്റെ ആക്റ്റീവ് എന്ന് പറയുന്ന ബട്ടൺ യെസ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്താലും ഇവിടെ ചേഞ്ചസ് ഒന്നും വരില്ല. കാര്യം നമ്മൾ കൊടുത്തിരിക്കുന്നത് ക്രിയേറ്റഡ് ടൈമിൽ മാത്രമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? പുതുതായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഉദാഹരണം മൈ അക്കൗണ്ട് 2 എന്നും പറഞ്ഞിട്ട് പേരിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. കണ്ടീഷൻ മീറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? നമ്മുടെ ആക്റ്റീവ് എന്ന് പറയുന്ന ബട്ടൺ ഷുഡ് ബി സേവ്, യെസ്. ഓക്കെ, അപ്പോൾ യെസ് കൊടുത്തു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മേലെ നോക്കിക്കഴിഞ്ഞാൽ റേറ്റിംഗ് ഞാൻ ഒന്നും കൊടുക്കുന്നില്ല. കാര്യം റേറ്റിംഗ് ഓട്ടോമാറ്റിക്കലി എന്താവണം? ഹോട്ട് ആവണം. അതാണ് നമ്മൾ വർക്ക് ഫ്ലോ വെച്ച് സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് സേവ് ചെയ്ത് നോക്കാം. സി, റേറ്റിംഗ് എന്തായി? ഹോട്ട് എന്നായി. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ടാസ്ക് ഓട്ടോമാറ്റിക്കലി അസൈൻ ആയിട്ടുണ്ട്. അതുപോലെ അത് ഒരു ഫ്ലാഗ് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇറ്റ്സ് വെരി ഹൈ പ്രയോറിറ്റി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു വർക്ക് ഫ്ലോ യൂസ് ചെയ്തുകൊണ്ട് ഒരു ടാസ്ക് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങളുടെ സജഷൻസും അഭിപ്രായങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.